2002 ലീ ജിയോങ് ഹാങ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ദി വേ ഹോം എന്ന ചിത്രമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചെറിയൊരു സ്പോയിലറാണ്, എന്നാൽ പോലും നിങ്ങൾക്ക് സിനിമ എത്ര വട്ടം വേണമോ വീണ്ടും വീണ്ടും കാണാൻ സാധിക്കും. ഒരു അമ്മുമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് സിനിമയിൽ പറയുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിൽ 7 വയസ്സുള്ള സാങ്വു എന്ന ബാലനെ അവന്റെ അമ്മ മിണ്ടാൻ സാധിക്കാത്ത മുത്തശ്ശിയുടെ കൂടെ നിർത്താൻ നാട്ടിൻ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് സാങ്വുവിന്റെ അമ്മ ജോലി അന്വേഷിച്ച് സൗത്ത് കൊറിയയുടെ തലസ്ഥാനമായ സിയോളിലേക്ക് പോകുന്നു. എന്നാൽ മുത്തശ്ശിയുടെ വീടും പരിസരവും ഒന്നും സാങ്വുവിന് അക്ഷരാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നില്ല. നഗരത്തിൽ എല്ലാ സൗകര്യങ്ങളോടും ജീവിച്ചതുകൊണ്ട് തന്നെ ആ 7 വയസ്സുകാരന് പെട്ടെന്ന് ആ ഗ്രാമം മടുത്തു. അവന്റെ മുത്തശ്ശിയുടെ വീട്ടിലാകട്ടെ വൈദ്യുതിയും പൈപ്പ് വെള്ളവും ഒന്നുമില്ലായിരുന്നു. അവനെ സന്തോഷിപ്പിക്കാൻ മുത്തശ്ശി അത്ര ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാങ്വു ആകട്ടെ അവരോട് വളരെ പരുഷമായാണ് പെരുമാറുന്നത്. അങ്ങനെയിരിക്കെ അവന്റെ ഗെയിം ബോയുടെ ബാറ്ററി തീർന്നപ്പോൾ പുതിയവ വാങ്ങിക്കാൻ മുത്തശ്ശിയോട് അവൻ ആവശ്യപ്പെടുന്നു. പാവം മുത്തശ്ശിയാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ബാറ്ററി വാങ്ങി നൽകാൻ സാധിക്കുന്നില്ല. ഒടുവിൽ ബാറ്ററി വാങ്ങുന്നതിനായി സാങ്വു മുത്തശ്ശിയുടെ വില കൂടിയ ഹെയർപിൻ മോഷ്ടിക്കുന്നു. അവൻ ഹെയർപിൻ വിൽക്കാൻ പോകുന്ന കടയുടമ മുത്തശ്ശിയുടെ പരിചയക്കാരായിരുന്നു. അതോടെ ഹെയർപിൻ വിറ്റ് ബാറ്ററി വാങ്ങാനുള്ള അവന്റെ പദ്ധതി പരാജയപ്പെട്ടു. പിന്നീട് ഒരിക്കൽ സാങ്വു അത്താഴത്തിന് KFC വേണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്ന് അവന്റെ മുത്തശ്ശി ജീവനുള്ള ഒരു കോഴിയെ വാങ്ങി പാകം ചെയ്ത് അവന് നൽകി. ഇത് കണ്ടതോടെ സാങ്വു അസ്വസ്ഥനാവുകയും കരയുകയും ചെയ്യുന്നു. മുത്തശ്ശിയോട് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ വിശന്നപ്പോൾ അവൻ അതെടുത്ത് കഴിച്ചു. അടുത്ത ദിവസം രാവിലെ അവന്റെ മുത്തശ്ശി അസുഖബാധിതയായി. അവരോട് അല്പം സ്നേഹം തോന്നിയ സാങ്വു അവരെ നല്ലപോലെ പരിചരിക്കുകയും ഹെയർപിൻ തിരികെ നൽകുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ സാങ്വുവിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. സാങ്വു അവന്റെ മുത്തശ്ശിയോടൊപ്പം മാർക്കറ്റിൽ പോവുകയും അവിടെ അവർ പച്ചക്കറികൾ വിൽക്കാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുവെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. സാങ്വുവിന്റെ മനോഭാവം മെച്ചപ്പെടുന്നതായി നമുക്ക് സിനിമയിൽ പിന്നീട് കാണാൻ സാധിക്കും. മുമ്പ് അവൻ പുച്ഛിച്ച അയൽവാസിയായ പയ്യനോട് അവൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ അവിടുത്തെ ജീവിതം നല്ലതുപോലെ പോകുന്ന സമയത്താണ് അവന്റെ അമ്മ തിരികെ വരുന്നത്. തിരിച്ച് നഗരത്തിലേക്കുള്ള ബസ് കയറുമ്പോഴാണ് മുത്തശ്ശിയും കൊച്ചുമകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നഗരത്തിലെത്തുമ്പോൾ അവൻ അയക്കുന്ന കത്തുകൾ വായിക്കാൻ അവൻ മുത്തശ്ശിയെ എഴുത്തും വായനയും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും എല്ലാം മിസ് ചെയ്യും. മറ്റൊരു സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.